ഒരു നിമിഷം കണ്ണുകളൊന്നടച്ചാലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ചോദിച്ച ഉടനെ തന്നെ പണമെടുത്തു നൽകി സഹായിച്ചിട്ടുണ്ടോ? അതൊരു സുഹൃത്താകാം, ബന്ധുവാകാം, അല്ലെങ്കിൽ അയൽവാസിയാകാം. ആ നിമിഷം അവരുടെ മുഖത്ത് വിരിഞ്ഞ ചിരിയും ആശ്വാസവും കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ കവിഞ്ഞിട്ടുണ്ടാകും. ഞാനൊരാളെ രക്ഷിച്ചല്ലോ എന്ന വലിയൊരു അഭിമാനം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. എന്നാൽ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആ സഹായം കൊണ്ട് യഥാർത്ഥത്തിൽ അവർ രക്ഷപ്പെട്ടോ? അതോ വീണ്ടും വീണ്ടും കൈനീട്ടുന്ന, സ്വന്തം കാലിൽ നിൽക്കാൻ മറന്നുപോയ പരാജിതരായ മനുഷ്യരായി അവർ മാറിയോ? സത്യം പലപ്പോഴും കൈപ്പേറിയതാണ്. നമ്മൾ കരുതുന്നത് കരുണയെന്ന് വിളിക്കുന്ന പല പ്രവൃത്തികളും യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ കഴിവുകളെയും ആത്മവിശ്വാസത്തെയും കൊല ചെയ്യുന്ന വിഷമാണ്. പണം കൊടുത്ത് സഹായിക്കുക എന്നത് എപ്പോഴും പുണ്യപ്രവൃത്തിയല്ല, മറിച്ച് അതൊരു ശാപമായി മാറുന്നതെങ്ങനെയാണെന്ന് നമ്മൾ ഇങ്ങ് ആഴത്തിൽ പരിശോധിക്കാൻ പോവുകയാണ്. പണമെന്ന ഊന്നുവടി നൽകി നാം എങ്ങനെയാണ് നടക്കാൻ ശേഷിയുള്ളവരെ മുടന്തലാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ഈ യാത്ര. സ്നേഹിത, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ആവശ്യക്കാരന് നൽകുന്നതാണ് ഏറ്റവും വലിയ ധർമ്മമെന്ന്. എന്നാൽ ആ വാചകത്തിന് താഴെ ആരും പറയാത്തൊരു ചെറിയ വരി കൂടിയുണ്ട്. അർഹതയില്ലാത്തവന് നൽകുന്ന സഹായം അവനെ മടിയനും ദുർബലനുമാക്കി മാറ്റും. പ്രകൃതിയിലേക്കൊന്ന് നോക്കൂ. അവിടെ ഒരു നിയമമുണ്ട്. പോരാട്ടമാണ് അതിജീവനത്തിന്റെ ആധാരം. ഒരു വിത്ത് മണ്ണിൽ കിടന്ന് വെറുതെയിരുന്നാൽ അത് മരമാകില്ല. അത് മണ്ണിന്റെ ഇരുട്ടിനോട് പോരാടണം. കല്ലുകളെയും വേരുകളെയും വകഞ്ഞുമാറ്റി സൂര്യപ്രകാശത്തിനു വേണ്ടി മുകളിലേക്ക് കുതിക്കണം. ആ പോരാട്ടമാണ് ആ വിത്തിന് മരമാകാനുള്ള കരുത്ത് നൽകുന്നത്. ആ വിത്തിനെ വെറുതെ മണ്ണിൽ നിന്ന് പുറത്തെടുത്ത് വെയിലത്ത് വെച്ചാൽ അതുണങ്ങിപ്പോകും. ഇതുപോലെ തന്നെയാണ് മനുഷ്യനും. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുന്നത് അവനെ തകർക്കാനല്ല, മറിച്ച് അവനിലെ ഉറങ്ങിക്കിടക്കുന്ന സാധ്യതകളെ ഉണർത്താനാണ്. പണമില്ലാത്തവനാണ് പണമുണ്ടാക്കാനുള്ള വഴി കണ്ടുപിടിക്കുന്നത്. വിശപ്പുള്ളവനാണ് കൃഷി ചെയ്യാൻ പഠിക്കുന്നത്. എന്നാൽ കഷ്ടപ്പെടുന്നൊരാളുടെ കയ്യിലേക്ക് നമ്മൾ വെറുതെ പണം വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവന്റെ പോരാട്ട വീര്യത്തെ നമ്മൾ കെടുക്കുകയാണ്. അവന്റെ തലച്ചോർ ചിന്തിക്കുന്നത് നിർത്തുന്നു. എനിക്ക് പണം തരാൻ ആളുണ്ട്, പിന്നെ ഞാൻ എന്തിന് കഷ്ടപ്പെടണം എന്ന ചിന്ത അവന്റെ ഉപബോധ മനസ്സിൽ വേരുപിടിക്കുന്നു. ഇതൊരു ചെറിയ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പണ്ട് ഒരു ഗ്രാമത്തിൽ വളരെ ദയാലുവായ ഒരു ധനികനുണ്ടായിരുന്നു. ആർക്കും എന്തും കൊടുക്കാൻ മടിയില്ലാത്ത ശുദ്ധമായ മനസ്സിനുടമ. ഒരിക്കൽ അദ്ദേഹം തന്റെ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഒരു ചിത്രശലഭത്തിന്റെ കൊക്കൂൺ, അതായത് ആ കൂട് പൊട്ടിച്ചു പുറത്തുവരാൻ ശ്രമിക്കുന്ന ഒരു ശലഭത്തെ കണ്ടു. ആ ശലഭം വല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. മണിക്കൂറുകളോളം അത് ആ ചെറിയ ദ്വാരത്തിലൂടെ പുറത്തുവരാൻ ശ്രമിച്ച് തളർന്നത് കണ്ടപ്പോൾ ആ ധനികന് സഹതാപം തോന്നി. പാവം, ഇതിനെ ഒന്ന് സഹായിക്കാമെന്ന് കരുതി അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്നൊരു ചെറിയ കത്രികയെടുത്ത് ആ കൊക്കൂണിന്റെ വായ്ഭാഗം ഒന്ന് വലുതാക്കി കൊടുത്തു. ശലഭം വളരെ എളുപ്പത്തിൽ പുറത്തുവന്നു. പക്ഷെ പുറത്തുവന്ന ശലഭത്തിന് പറക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ചിറകുകൾ ചുരുങ്ങി ശരീരം തടിച്ചു വികൃതമായിരുന്നു. അത് നിലത്തിഴഞ്ഞു നടക്കാനേ സാധിച്ചുള്ളൂ. എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ആ ഇടുങ്ങിയ ദ്വാരത്തിലൂടെ കഷ്ടപ്പെട്ട് പുറത്തുവരുമ്പോൾ ആ ശലഭത്തിന്റെ ശരീരത്തിലുള്ള ദ്രാവകം ചിറകുകളിലേക്ക് ഒഴുകിയെത്തുകയും ചിറകുകൾ ബലപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ആ ധനികൻ എളുപ്പവഴി ഒഴുക്കിക്കൊടുത്തപ്പോൾ ആ പ്രകൃതി നിയമം ലംഘിക്കപ്പെട്ടു. പോരാട്ടമില്ലാതായപ്പോൾ പറക്കാനുള്ള ശേഷിയുമില്ലാതായി. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തോ സഹോദരനോ സാമ്പത്തികമായി തകർന്നു നിൽക്കുമ്പോൾ നിങ്ങൾ അവർക്ക് പണം നൽകി സഹായിക്കുമ്പോൾ നിങ്ങൾ ആ കൊക്കൂൺ വെട്ടിപ്പൊളിക്കുകയാണ്. അവർക്ക് സ്വന്തമായി ചിന്തിക്കാനും പുതിയ വഴികൾ കണ്ടെത്താനും ആ പ്രതിസന്ധിയെ അതിജീവിച്ച് കരുത്തരാകാനുമുള്ള അവസരം നിങ്ങൾ നിഷേധിക്കുകയാണ്. അവർ എളുപ്പത്തിൽ പ്രശ്നത്തിൽ നിന്ന് പുറത്തുവരുന്നു, പക്ഷേ ജീവിതകാലം മുഴുവൻ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാതെ ഇഴഞ്ഞു നടക്കുന്നവരായി മാറുന്നു. പിന്നീട് ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അവർ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടും. എടാ, നീ ഒന്ന് സഹായിക്കണം എന്ന സ്ഥിരം പല്ലവിയിലേക്ക് അവർ മാറും. ഒടുവിൽ പണം കൊടുക്കാൻ തയ്യാറാകാത്ത ദിവസം അവർ നിങ്ങളെ ശത്രുവായി കാണാൻ തുടങ്ങും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മനഃശാസ്ത്രമുണ്ട്. മനുഷ്യൻ അടിസ്ഥാനപരമായി സുഖം ആഗ്രഹിക്കുന്ന ജീവിയാണ്. എളുപ്പവഴികളാണ് നമ്മുടെ തലച്ചോറിന് എപ്പോഴും ഇഷ്ടം. കഠിനാധ്വാനം ചെയ്ത് പണമുണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് സ്നേഹമുള്ള ഒരാളോട് ചോദിച്ചു പണം വാങ്ങുന്നത്. ഒരാൾക്ക് നിങ്ങൾ ആദ്യമായി പണം കൊടുക്കുമ്പോൾ അവർക്ക് നന്ദി തോന്നും. രണ്ടാമതും കൊടുക്കുമ്പോൾ അവരതൊരു പ്രതീക്ഷയായി കാണും.
മൂന്നാമതും കൊടുക്കുമ്പോൾ അവരതൊരവകാശമായി കരുതും. നാലാമത്തെ തവണ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ദേഷ്യം തോന്നും. ഇതാണ് എനേബിളിംഗ് എന്ന് മനഃശാസ്ത്രത്തിൽ പറയുന്നത്. നിങ്ങൾ അവരെ സഹായിക്കുകയല്ല, മറിച്ച് അവരുടെ പരാശ്രയത്വത്തെ വളർത്തുകയാണ്. മദ്യപിക്കുന്ന ഒരാൾക്ക് മദ്യം വാങ്ങാൻ പണം കൊടുക്കുന്നത് പോലെ തന്നെയാണ് കടത്തിൽ മുങ്ങിത്താഴുന്ന സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ഒരാൾക്ക് പണം കൊടുക്കുന്നതും. അത് അവരുടെ പ്രശ്നം തീർക്കുന്നില്ല, മറിച്ച് പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ കാണാം. ലോട്ടറി അടിച്ച് കോടികൾ ലഭിച്ച ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഠനങ്ങൾ പറയുന്നത് ലോട്ടറി അടിച്ച 70% ആളുകളും 5 വർഷത്തിനുള്ളിൽ പഴയതിനേക്കാൾ ദരിദ്രരായി മാറുന്നു എന്നാണ്. എന്തുകൊണ്ട്? കാരണം ആ പണം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല. അത് കൈകാര്യം ചെയ്യാനുള്ള മാനസിക വളർച്ചയോ അറിവോ അവർ നേടിയിട്ടില്ല. പണം വെറുതെ ലഭിക്കുമ്പോൾ അതിൻ്റെ മൂല്യമറിയില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ വെറുതെ കൊടുക്കുന്ന സഹായവും. അത് വിയർപ്പിൻ്റെ വിലയറിയാത്ത പണമാണ്. അത് പെട്ടെന്ന് ചെലവഴിക്കപ്പെടും. അതുകൊണ്ട് ഒരു ഉൽപ്പാദനക്ഷമമായ കാര്യവും നടക്കില്ല, മറിച്ച് ആഡംബരങ്ങൾക്കും അനാവശ്യ കാര്യങ്ങൾക്കും അത് പോകുന്നു. ഒടുവിൽ പണം തീരുമ്പോൾ അവർ വീണ്ടും 0 തന്നെ നിൽക്കുന്നു. ഒരിക്കൽ ഒരു യുവാവ് എന്നോട് പറഞ്ഞു, സാറേ, എൻ്റെ സുഹൃത്ത് വലിയൊരു കടക്കിണിയിലായിരുന്നു. ഞാൻ എൻ്റെ സമ്പാദ്യം മുഴുവൻ എടുത്തവനെ സഹായിച്ചു. അവൻ ആത്മഹത്യയുടെ വക്കിലായിരുന്നു. ഞാൻ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അവൻ മരിച്ചുപോയേനെ. ഇത് കേൾക്കുമ്പോൾ ആർക്കും തോന്നും അതൊരു വലിയ കാര്യമാണെന്ന്. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ ആ സുഹൃത്ത് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു. അവൻ വീണ്ടും കടം കയറി നാടുവിട്ടു എന്നായിരുന്നു മറുപടി. നോക്കൂ, ആദ്യത്തെ തവണ അവൻ്റെ കടം തീർത്തപ്പോൾ കടമുണ്ടാകാനുള്ള യഥാർത്ഥ കാരണം അവിടെ പരിഹരിക്കപ്പെട്ടില്ല. അവൻ്റെ ധൂർത്തോ, മോശം സാമ്പത്തിക ആസൂത്രണമോ, ജോലി ചെയ്യാനുള്ള മടിയോ ആയിരുന്നു ആ കടത്തിൻ്റെ കാരണം. പണം കൊടുത്ത് കടം തീർത്തപ്പോൾ അവൻ ആശ്വസിച്ചു. പക്ഷേ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നില്ല. ഫലമോ, അവൻ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി. പണം കൊടുത്തതുകൊണ്ട് മാത്രം ഒരാളുടെ വിധി മാറ്റാൻ കഴിയില്ല. അയാളുടെ ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടത്. യഥാർത്ഥ സ്നേഹമെന്നത് ഒരാളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കലല്ല, മറിച്ച് അയാളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കലാണ്. ഒരു പിതാവ് തൻ്റെ മകന് ചോദിക്കുമ്പോഴെല്ലാം പണം നൽകിയാൽ ആ മകൻ ഒരിക്കലും പണത്തിൻ്റെ വില അറിയില്ല. അവൻ വിചാരിക്കുന്നത് പണമെന്നത് ATMിൽ നിന്ന് വരുന്ന കടലാസുകൾ മാത്രമാണെന്ന്. അധ്വാനത്തിൻ്റെ രുചിയറിയാത്ത അവൻ ഭാവിയിൽ ആ സ്വത്തുക്കൾ മുഴുവൻ നശിപ്പിക്കും. മറിച്ച് പണം നൽകുന്നതിന് പകരം പണമുണ്ടാക്കാനുള്ള വഴി പറഞ്ഞുകൊടുക്കൂ. അല്ലെങ്കിൽ ചെറിയ ജോലികൾ ചെയ്ത് പണം സമ്പാദിക്കാൻ അവരെ അനുവദിക്കൂ. അത് ക്രൂരതയല്ല, അതാണ് യഥാർത്ഥ സ്നേഹം. വിശക്കുന്നവന് മീൻ കൊടുത്താൽ അവൻ ഒരു നേരത്തെ വിശപ്പ് മാറും. പക്ഷേ മീൻ പിടിക്കാൻ പഠിപ്പിച്ചാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ വിശപ്പ് മാറും. ഈ പഴഞ്ചൊല്ല് നമ്മൾ എത്രയോ തവണ കേട്ടിരിക്കുന്നു. പക്ഷേ എത്ര പേരത് പ്രാവർത്തികമാക്കുന്നു? പണം കടം കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു വലിയ ദുരന്തം ബന്ധങ്ങളുടെ തകർച്ചയാണ്. ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, പണം കടം കൊടുക്കരുത്, വാങ്ങുകയുമരുത്. കാരണം പണം കൊടുത്താൽ പണവും പോകും, സുഹൃത്തിനെയും നഷ്ടപ്പെടും എന്ന്. എത്ര സത്യമാണത്? നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിന് 1,00,000 രൂപ കടം കൊടുക്കുന്നു എന്ന് കരുതുക. ആ നിമിഷം മുതൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ സമവാക്യം മാറുകയാണ്. അതുവരെ നിങ്ങൾ തുല്യരായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കൊടുത്തവനും അവൻ വാങ്ങിയവനും ആയി മാറി. നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അവന് പഴയ സ്വാതന്ത്ര്യമുണ്ടാവില്ല. അവൻ്റെ കയ്യിൽ പുതിയൊരു ഫോൺ കണ്ടാലോ, അല്ലെങ്കിൽ അവനൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടാലോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം വരും: എനിക്ക് പണം തരാനില്ല, പക്ഷേ ധൂർത്തടിക്കാൻ പണമുണ്ടല്ലോ എന്ന്. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിനെ വിഷലിപ്തമാക്കും. മറുഭാഗത്ത് പണം തിരികെ ചോദിക്കുമ്പോൾ അവന് അപമാനഭാരം തോന്നും. അവൻ നിങ്ങളെ ഒഴിവാക്കാൻ തുടങ്ങും, ഫോൺ എടുക്കാതാവും. ഒടുവിൽ ആ സുഹൃത്ത് ബന്ധം എന്നേക്കുമായി അവസാനിക്കും. പണം പോയാൽ സമ്പാദിക്കാം, പക്ഷേ നല്ലൊരു ബന്ധം പോയാൽ അത് തിരിച്ചു കിട്ടാൻ പാടാണ്. സഹായിക്കുക എന്നതിന് പണം കൊടുക്കുക എന്ന് മാത്രമല്ല അർത്ഥം. ഒരാൾ സാമ്പത്തികമായി തകർന്നു നിൽക്കുമ്പോൾ ഞാൻ പണം തരാം എന്ന് പറയുന്നതിന് പകരം നമുക്കിതിനൊരു പരിഹാരം കാണാം, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്നതാണ് വലിയ സഹായം. ഒരുപക്ഷെ അവർക്ക് വേണ്ടത് പണമല്ല, നല്ലൊരു ഉപദേശമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി നേടാനുള്ള ശുപാർശയായിരിക്കാം. അതുമല്ലെങ്കിൽ അവരുടെ കഴിവുകളെ തിരിച്ചറിയാനുള്ള ഒരു പ്രോത്സാഹനമായിരിക്കാം.
പണമെന്നത് ഏറ്റവും എളുപ്പമുള്ള എന്നാൽ ഏറ്റവും അപകടകരമായ പരിഹാരമാണ്. നിങ്ങൾ പണം കൊടുക്കുമ്പോൾ നിങ്ങൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഇതാ പണം, ഇനി എന്നെ ശല്യം ചെയ്യരുത് എന്ന് പറയുന്നതിന് തുല്യമാണത്. എന്നാൽ പണം കൊടുക്കാതെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ്. അത് സമയമെടുക്കും, ക്ഷമ വേണം, പക്ഷേ ആ സഹായം ശാശ്വതമാണ്. പലപ്പോഴും നമ്മൾ പണം കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ തന്നെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. എനിക്ക് സഹായിക്കാൻ കഴിവുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന പേടികൊണ്ട്. നോ പറയാനുള്ള മടി കാരണം എത്രയോ പേർ സ്വന്തം സാമ്പത്തിക ഭദ്രത തകർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മിച്ചം വയ്ക്കാൻ ഒന്നുമില്ലെങ്കിലും കടം വാങ്ങി മറ്റുള്ളവരെ സഹായിക്കുന്നവരുണ്ട്. അത് വിഡ്ഢിത്തമാണ്. സ്വയം രക്ഷിക്കാൻ കഴിയാത്തവന് മറ്റൊരാളെ രക്ഷിക്കാൻ കഴിയില്ല. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ നീന്തലറിയാത്ത മറ്റൊരാളെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ രണ്ടുപേരും മുങ്ങിപ്പോകും. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ അടിത്തറ ഉറപ്പിക്കുക, എന്നിട്ട് വിവേകത്തോടെ മാത്രം സഹായിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ആരെയും സഹായിക്കരുത് എന്നാണോ പറയുന്നത്? ആർക്കും പണം കൊടുക്കരുത് എന്നാണോ? അല്ല, ഒരിക്കലുമല്ല. സഹായം 2 തരത്തിലുണ്ട്. 1 ലൈഫ് സേവിംഗ്, ജീവൻ രക്ഷിക്കുന്നത്. 2 ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി നിലനിർത്തുന്നത്. ഒരാൾ ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വിശന്ന് കരയുമ്പോൾ അവിടെ തത്വശാസ്ത്രം പറയരുത്, അവിടെ പണം കൊടുത്ത് സഹായിക്കണം. അത് മനുഷ്യത്വമാണ്. എന്നാൽ ഒരാൾക്ക് കാറ് വാങ്ങാൻ, വീട് മോടിപ്പിക്കാൻ, അല്ലെങ്കിൽ വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവാക്കിയതുകൊണ്ട് വന്ന് കടം തീർക്കാൻ പണം ചോദിക്കുമ്പോൾ അവിടെ നോ പറയാൻ പഠിക്കണം. അത് ക്രൂരതയല്ല, അതാണ് വിവേകം. നിങ്ങളുടെ പണം അവരുടെ അലസതയെ വളർത്താനുള്ള വളമാകരുത്. ഇനി പണം ചോദിച്ചു വരുന്നവരെ എങ്ങനെ നേരിടണം? എങ്ങനെയാണ് ബന്ധം തകരാതെ നിരസിക്കേണ്ടത്? പണം കൊടുക്കാതെ തന്നെ എങ്ങനെ അവരെ സഹായിക്കാം? പണം കൊടുത്ത് സഹായിച്ചാലുണ്ടാകുന്ന ആഴത്തിലുള്ള മാനസിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമുക്ക് വരും ഭാഗങ്ങളിൽ വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ച് തുടങ്ങിയതേയുള്ളൂ. പണമെന്ന മായാവലയിൽ കുടുങ്ങിപ്പോയ മനുഷ്യരുടെ കഥകളും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും ഇനിയുമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഓർമ്മയുണ്ടല്ലോ, അത്യാവശ്യ ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ നൽകുന്ന സഹായവും അലസമായ ജീവിതശൈലി നിലനിർത്താൻ നൽകുന്ന സഹായവും തമ്മിലുള്ള വലിയ വ്യത്യാസം. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും തെറ്റുകൾ വരുത്തുന്നത്. നമ്മുടെ വികാരം യുക്തിയെ കീഴടക്കുന്ന നിമിഷമാണത്. ഒരാൾ തൻ്റെ ദുരിതങ്ങൾ പറഞ്ഞ് കരയുമ്പോൾ നമ്മുടെ മനസ്സലിയും. അത് സ്വാഭാവികമാണ്. പക്ഷേ ആ കരച്ചിലിന് പിന്നിലെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഒരു ഓട്ട വീണ പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ഒരാൾക്ക് പണം നൽകുന്നത്. നിങ്ങൾ എത്ര വെള്ളം ഒഴിച്ചാലും ആ പാത്രം നിറയില്ല, കാരണം ആ ഓട്ട അവിടെ തന്നെയുണ്ട്. പണം നൽകുന്നതിന് മുൻപ് ആ ഓട്ടയടയ്ക്കാനാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ പണം ആ വഴിയിലൂടെ ഒഴുകിപ്പോകുമെന്ന് മാത്രമല്ല, പാത്രം നിറയാത്തതിൻ്റെ പേരിൽ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇതൊരു വലിയ സത്യമാണ്. പലപ്പോഴും പണം കടം വാങ്ങുന്നവർക്കത് തിരിച്ചു നൽകാനുള്ള ഉദ്ദേശമുണ്ടാകാറില്ല എന്ന് മാത്രമല്ല, അതൊരു കടമാണെന്ന് പോലും അവർ മറന്നുപോകുന്നു. നിങ്ങൾ കഷ്ടപ്പെട്ട് ചിലപ്പോൾ സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് സ്വരൂപിച്ച പണമാണ് അവർക്ക് നൽകുന്നത്. എന്നാൽ അവരുടെ കണ്ണിൽ നിങ്ങൾ ധാരാളം പണമുള്ള, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാൾ മാത്രമാണ്. അവനിതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, പിന്നെ എനിക്ക് തന്നാൽ എന്താ എന്നൊരു ലാഘവബുദ്ധി പണം വാങ്ങുന്നവരുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടുതന്നെ ആ പണം തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ വിളിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നു. ഇത്രയും കാശുള്ള നിനക്ക് ഈ ചെറിയ തുകയാണോ വലുത് എന്ന ചോദ്യം കൊണ്ടവർ നിങ്ങളെ പ്രതിരോധത്തിലാക്കും. ആ നിമിഷം സഹായിച്ച നിങ്ങൾ കുറ്റക്കാരനും സഹായം വാങ്ങിയവർ ഇരയുമായി മാറുന്ന വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പണം കൊടുത്തവൻ ഉറക്കം നഷ്ടപ്പെട്ട് തിരിഞ്ഞുമറിയുമ്പോൾ പണം വാങ്ങിയവൻ സുഖമായി കൂർക്കം വലിച്ചുറങ്ങുന്ന വിരോധാഭാസം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയമുണ്ട്. സേവിയർ കോംപ്ലക്സ് അഥവാ രക്ഷകനാകാനുള്ള ത്വര. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു മാനസിക സംതൃപ്തിയുണ്ട്. ഞാൻ കാരണമാണ് അവരുടെ പ്രശ്നം തീർന്നത് എന്ന ചിന്ത നമ്മുടെ ഈഗോയെ തലോടുന്നുണ്ട്. അറിയാതെ തന്നെ നമ്മൾ അവരുടെ ജീവിതത്തിലെ ദൈവമാകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഓർക്കുക, ഓരോ മനുഷ്യനും അവനവൻ്റെ കർമ്മഫലങ്ങളും അനുഭവങ്ങളും നേരിട്ടേ തീരൂ. ഒരാൾ അനുഭവിക്കേണ്ട കഷ്ടപ്പാടുകൾ അയാൾക്കുള്ള പാഠങ്ങളാണ്. ആ പാഠങ്ങൾ പഠിക്കാൻ അനുവദിക്കാതെ പണം നൽകി നമ്മൾ അവരെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ സ്വാഭാവികമായ തിരുത്തൽ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയാണ്. സ്വന്തം തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള അവസരം അവർക്ക് നഷ്ടപ്പെടുന്നു. ചൂടുള്ള പാത്രത്തിൽ തൊട്ടാൽ കൈ പൊള്ളും എന്നനുഭവിച്ചറിഞ്ഞാലേ കുട്ടി പിന്നീട് തീയിനടുത്തു പോകാതിരിക്കൂ. ഓരോ തവണയും കൈ പൊള്ളാതിരിക്കാൻ നിങ്ങൾ തടസ്സം നിന്നാൽ ആ കുട്ടി തീയുടെ അപകടം ഒരിക്കലും മനസ്സിലാക്കില്ല. ഭാവിയിൽ
വലിയൊരു തീപിടുത്തത്തിൽ അവൻ അകപ്പെടുകയും ചെയ്യും. ഇതൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. രഘു എന്നൊരു ചെറുപ്പക്കാരൻ. അവനൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചു. അവന്റെ കയ്യിൽ പണമില്ല. അവൻ തന്റെ പണക്കാരനായ അമ്മാവന്റെ അടുത്ത് ചെന്നു. അമ്മാവൻ അവനെ വളരെ ഇഷ്ടമായിരുന്നു. അതിനാൽ ചോദിച്ച പണം മുഴുവൻ, ഏകദേശം 10 ലക്ഷം രൂപ ഉടനെ കൊടുത്തു. രഘു സന്തോഷത്തോടെ ബിസിനസ് തുടങ്ങി. പക്ഷേ അത് സ്വന്തം വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണമല്ലാത്തതുകൊണ്ട് അവൻ അതിന്റെ വിനിയോഗത്തിൽ ജാഗ്രത കാണിച്ചില്ല. വില കൂടിയ ഇന്റീരിയർ ചെയ്തു, ആവശ്യത്തിലധികം ജീവനക്കാരെ വെച്ചു, സ്വന്തം ആവശ്യത്തിന് ബിസിനസ് അക്കൗണ്ടിൽ നിന്ന് പണമെടുത്തു. 6 മാസം കൊണ്ട് ബിസിനസ് പൂട്ടി. പണം മുഴുവൻ നഷ്ടമായി. ഇവിടെ അമ്മാവൻ ചെയ്ത തെറ്റെന്താണ്? രഘുവിന് ആ പണത്തിന്റെ മൂല്യം അറിയില്ലായിരുന്നു. മറിച്ച് അമ്മാവൻ അവനോട്, നീ ആദ്യം ഒരു 50,000 രൂപ സ്വന്തമായി ഉണ്ടാക്കി ബിസിനസ് തുടങ്ങൂ, ബാക്കി കാര്യം അപ്പോൾ ആലോചിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? അല്ലെങ്കിൽ, ഞാൻ പണം തരില്ല, പകരം നിനക്ക് ബാങ്ക് ലോൺ എടുക്കാനുള്ള വഴി പറഞ്ഞു തരാം, അതിനു ഗ്യാരണ്ടി നിൽക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? എങ്കിൽ രഘുവിന് ഒരു ഉത്തരവാദിത്തമുണ്ടായിരുന്നു. ലോൺ തിരിച്ചടയ്ക്കണമെന്ന ഭയം അവനെക്കൊണ്ട് പണിയെടുപ്പിക്കുമായിരുന്നു. അമ്മാവൻ നൽകിയ എളുപ്പവഴി രഘുവിനെ ഒരു പരാജയപ്പെട്ട സംരംഭകനാക്കി മാറ്റി. ഇനി ഏറ്റവും പ്രയാസമുള്ള കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് നോ പറയുക? വേണ്ട എന്ന് പറയാനുള്ള മടി കാരണം ജീവിതം ഹോമിച്ചവരാണ് നമ്മളിൽ പലരും. പ്രിയപ്പെട്ട ഒരാൾ, അത് അടുത്ത സുഹൃത്തോ ബന്ധുവോ ആകാം, പണം ചോദിക്കുമ്പോൾ അത് നിരസിക്കുന്നത് അവരെ വേദനിപ്പിക്കുമോ, ബന്ധം തകരുമോ എന്ന പേടി നമുക്കുണ്ടാകും. പക്ഷേ മനസ്സിലാക്കുക, മാന്യമായി നോ പറയാൻ പഠിക്കുന്നത് ഒരു കലയാണ്. അത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് മാത്രമല്ല, ആ ബന്ധത്തിന്റെ നിലനിൽപ്പിനും അത്യാവശ്യമാണ്. അവർ പണം ചോദിക്കുമ്പോൾ കള്ളം പറയേണ്ടതില്ല. എനിക്ക് ഇപ്പോൾ തരാൻ നിർവാഹമില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ, ഞാനൊരു പോളിസി വെച്ചിട്ടുണ്ട്, സുഹൃത്തുക്കൾക്കിടയിൽ പണമിടപാടുകൾ വേണ്ട എന്ന്. അത് നമ്മുടെ സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണ്. ആദ്യം അവർക്ക് നീരസം തോന്നിയേക്കാം, പക്ഷേ പണം കൊടുത്ത് പിന്നീട് ചോദിക്കുമ്പോഴുണ്ടാകുന്ന ശത്രുതയേക്കാൾ എത്രയോ നല്ലതാണ് പണം കൊടുക്കാതിരിക്കുമ്പോഴുണ്ടാകുന്ന ആ ചെറിയ നീരസം. പണം കൊടുക്കാത്തതിന്റെ പേരിൽ നിങ്ങളെ വിട്ടുപോകുന്ന സൗഹൃദമാണെങ്കിൽ അത് പണത്തിന്മേൽ മാത്രം കെട്ടിപ്പൊക്കിയൊരു ബന്ധമായിരുന്നു എന്ന് തിരിച്ചറിയുക. അത് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ നിരസിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു നല്ല കാര്യമുണ്ട്. അവർ മറ്റൊരു വഴി തേടാൻ നിർബന്ധിതരാകുന്നു. ഒരുപക്ഷെ അവർ സ്വന്തം ചിലവുകൾ ചുരുക്കാൻ തീരുമാനിച്ചേക്കാം, അല്ലെങ്കിൽ അധിക വരുമാനത്തിനായി മറ്റൊരു ജോലി അന്വേഷിച്ചേക്കാം. നിങ്ങളുടെ നോ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാരണമായേക്കാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പണം ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. അവൻ എന്നോട് വലിയ ദേഷ്യമായി. പക്ഷേ ഗത്യന്തരമില്ലാതെ അവൻ തൻ്റെ പഴയ ബൈക്ക് വിൽക്കുകയും ആഡംബരങ്ങൾ കുറയ്ക്കുകയും ചെയ്തു. ആ പ്രതിസന്ധിഘട്ടത്തിൽ അവൻ പണം കൈകാര്യം ചെയ്യാൻ പഠിച്ചു. ഇന്ന് അവൻ എന്നോട് പറയും, അന്ന് നീ പണം തന്നിരുന്നെങ്കിൽ ഞാൻ ഇന്നും ആ കടക്കിണിയിൽ തന്നെ കിടക്കുമായിരുന്നു. ചില നിഷേധങ്ങൾ വലിയ അനുഗ്രഹങ്ങളാണ്. പണം കൊടുക്കാതെ എങ്ങനെ സഹായിക്കാമെന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കണം. ഒരാൾക്ക് മീൻ പിടിക്കാൻ ചൂണ്ട വാങ്ങിക്കൊടുക്കുന്നതുപോലെ അവർക്ക് അവസരങ്ങൾ കാണിച്ചു കൊടുക്കുക. അവരുടെ കഴിവുകൾക്കനുസരിച്ചുള്ള ജോലികൾ അറിയിക്കുക. അല്ലെങ്കിൽ അവരുടെ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള ആശയങ്ങൾ നൽകുക. ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ക്ഷമയോടെ കേൾക്കുന്നത് തന്നെ വലിയ ആശ്വാസമാകും. അവർക്ക് വേണ്ടത് പണമല്ല, ഞാൻ കൂടെയുണ്ട്, നമുക്കിത് നേരിടാം എന്ന വാക്കുകളാകും. പണം കൊടുത്താൽ നിങ്ങൾ ആ പ്രശ്നത്തിൽ നിന്ന് താൽക്കാലികമായി ഒഴിയുകയാണ്. പക്ഷേ സമയം കൊടുക്കുമ്പോൾ നിങ്ങൾ അവരെ ശാക്തീകരിക്കുകയാണ്. ഓർക്കുക, പണം ചെലവഴിച്ചാൽ തീർന്നുപോകും. എന്നാൽ അറിവും ആത്മവിശ്വാസവും പങ്കുവച്ചാൽ അത് വർദ്ധിക്കുകയേയുള്ളൂ. മറ്റൊരു അപകടകരമായ പ്രവണത ജാമ്യം നിൽക്കലാണ്. പണം കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ലോണിന് ജാമ്യം നിൽക്കാം എന്ന് കരുതുന്നവർ സൂക്ഷിക്കുക. അത് നേരിട്ട് പണം കൊടുക്കുന്നതിനേക്കാൾ വലിയ ബാധ്യതയാണ്. കാരണം പണം കൊടുത്താൽ ആ തുക മാത്രമേ പോകുന്നുള്ളൂ. ജാമ്യം നിന്നാൽ നിങ്ങളുടെ സമാധാനവും ക്രെഡിറ്റ് സ്കോറും ഭാവിയിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള സാധ്യതയുമെല്ലാം അവതാളത്തിലാകും. ഞാൻ അടച്ചോളാം എന്ന അവരുടെ വാക്ക് വിശ്വസിച്ച് ഒപ്പിട്ടു കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ പണയം വയ്ക്കുകയാണ്. സുഹൃത്തടയ്ക്കാതെ മുങ്ങുമ്പോൾ ബാങ്ക് നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വരും. അപ്പോൾ ഉണ്ടാകുന്ന അപമാനവും സമ്മർദ്ദവും ആലോചിച്ചു നോക്കൂ. ജാമ്യം നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ കടം വീട്ടാൻ ഞാൻ തയ്യാറാണ് എന്ന് സമ്മതിക്കലാണ്. അതിന് തയ്യാറല്ലെങ്കിൽ ഒരിക്കലും ജാമ്യം നിൽക്കരുത്. സ്നേഹം വേറെ, സാമ്പത്തിക ഇടപാടുകൾ വേറെ. ഇത് രണ്ടും കൂടിക്കലർത്തിയാൽ ഫലം ദുരന്തമായിരിക്കും. ജീവിതത്തിൽ വിജയിച്ച മനുഷ്യരുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. അവരാരും മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് വളർന്നവരല്ല.
പ്രതിസന്ധികളുടെ തീച്ചൂളയിൽ വെന്തു പാകപ്പെട്ടവരാണ്. അബ്രഹാം ലിങ്കൺ മുതൽ ധീരുഭായ് അംബാനി വരെ ഇല്ലായ്മകളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ നിന്നാണ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തത്. ആരും അവർക്ക് പണം വെറുതെ കൊടുത്ത് സഹായിച്ചില്ല. ആ കഷ്ടപ്പാടുകളായിരുന്നു അവരുടെ ഇന്ധനം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ആ ഇന്ധനം ആവശ്യമാണ്. നിങ്ങൾ പണം നൽകി ആ തീ അണയ്ക്കരുത്. അവരുടെ ഉള്ളിലെ പോരാളിയെ ഉണർത്താൻ അനുവദിക്കുക. വിശപ്പൊരു നല്ല അധ്യാപകനാണ്. അപമാനം ഒരു വലിയ പ്രചോദനമാണ്. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഇതൊന്നും അനുഭവിക്കാൻ സമ്മതിക്കാതെ പണമെന്ന കുട ചുടിച്ച് അവരെ സംരക്ഷിക്കുമ്പോൾ നിങ്ങൾ അവരെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വെയിലിൽ ഉരുകിപ്പോകാൻ പാകത്തിൽ ദുർബലരാക്കുകയാണ്. നമ്മൾ കരുതുന്നത് പണം കൊടുത്താൽ സ്നേഹം കൂടും എന്നാണ്. എന്നാൽ സത്യം അതല്ല. പണം ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നു. കൊടുക്കുന്നവൻ്റെ കയ്യിൽ അധികാരം വരുന്നു, വാങ്ങുന്നവൻ്റെ കയ്യിൽ വിധേയത്വം വരുന്നു. തുല്യതയില്ലാത്തയിടത്ത് സ്നേഹം നിലനിൽക്കില്ല. സുഹൃത്തിൻ്റെ കണ്ണിപ്പിലേക്ക് നോക്കി സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ആ സൗഹൃദം മരിക്കുന്നു. അതുകൊണ്ട് ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ പണത്തെ അതിനു വെളിയിൽ നിർത്തുക. പണം അത്യാവശ്യമാണ്, പക്ഷേ അത് ബന്ധങ്ങളെക്കാൾ വലുതാകരുത്. പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ടാകും. എനിക്ക് അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ സമ്പാദിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈ പണം കൊണ്ട് എന്ത് കാര്യം? ഈ ചിന്ത സ്വാഭാവികമാണ്. എന്നാൽ സ്നേഹിത, യഥാർത്ഥ സഹായമെന്നത് അവരെ പരാശ്രയത്വത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്. നിങ്ങളുടെ പണം അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപമാകണം, അല്ലാതെ അവരുടെ വീഴ്ചകൾക്കുള്ള മറവിടിക്കലാവരുത്. അതെങ്ങനെ സാധിക്കും? എങ്ങനെയാണ് നമ്മുടെ പണം കൊണ്ട് മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ ശക്തരാക്കാൻ കഴിയുക? പണം നൽകാതെ തന്നെ മറ്റൊരാളുടെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കാം? ഇതിനുള്ള പ്രായോഗിക വഴികൾ എന്തൊക്കെയാണ്? ഇതൊക്കെ അറിയണ്ടേ? നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാൻ പോകുകയാണ്. വിവേകത്തോടെ എങ്ങനെ ദാനം ചെയ്യാം, എങ്ങനെ വിവേകത്തോടെ സഹായിക്കാം എന്ന തിരിച്ചറിവ് നമുക്ക് അടുത്ത ഭാഗത്തിൽ നേടാം. നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. വിവേകമില്ലാത്ത ദാനം വിഷം പോലെ അപകടകരമാണ്. എന്നാൽ വിവേകത്തോടെയുള്ള സഹായം അമൃതം പോലെ ജീവൻ നൽകുന്നതുമാണ്. എങ്ങനെയാണ് നമ്മൾ ആ അമൃതം നൽകേണ്ടത്? നിങ്ങളുടെ കൈവശം പണമുണ്ട്, സഹായിക്കാൻ മനസ്സുമുണ്ട് എങ്കിൽ അത് ചെയ്യേണ്ട ശരിയായ രീതി ഇതാണ്. ഒരാൾക്ക് പണം നൽകുന്നതിന് പകരം ആ പണം ഉപയോഗിച്ച് അയാൾക്കൊരു ചെറിയ വരുമാനമാർഗം ഉണ്ടാക്കിക്കൊടുക്കാം. ഉദാഹരണത്തിന്, സ്ഥിരമായി സാമ്പത്തിക സഹായം ചോദിക്കുന്ന ഒരു സുഹൃത്തിന് പണം കൊടുക്കുന്നതിന് പകരം ഒരു ചെറിയ തയ്യൽ മെഷീൻ വാങ്ങി നൽകാം. അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങാൻ ഡൗൺ പേയ്മെൻ്റ് അടയ്ക്കാൻ സഹായിക്കാം. അപ്പോൾ നിങ്ങൾ നൽകുന്നത് വെറും പണമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ അവർക്ക് അന്നം നൽകുന്ന ഒരു കൈത്താങ്ങാണ്. ഇതിനെയാണ് എംപവർമെൻറ്റ് അഥവാ ശാക്തീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളോട് കടപ്പാടുണ്ടാകും, പക്ഷേ വിധേയത്വമുണ്ടാകില്ല. അവർ അഭിമാനത്തോടെ ജീവിക്കും. ആ മെഷീനിൽ നിന്ന് കിട്ടുന്ന ഓരോ രൂപയും അവർക്ക് ആത്മവിശ്വാസം നൽകും. ഇനി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പണം തന്നെ നൽകേണ്ടി വരും. ഉദാഹരണത്തിന് ചികിത്സാ സഹായം, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം. അപ്പോഴും ശ്രദ്ധിക്കുക, പണം നേരിട്ട് വ്യക്തിയുടെ കയ്യിൽ കൊടുക്കാതെ ആശുപത്രിയിലോ സ്കൂളിലോ നേരിട്ടടയ്ക്കുക. അത് പണം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ലാതാക്കുന്നു. പലപ്പോഴും പണം കയ്യിൽ കിട്ടുമ്പോൾ മറ്റത്യാവശ്യങ്ങൾക്കായി അത് വകമാറ്റി ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ചികിത്സയ്ക്കെന്ന് പറഞ്ഞു വാങ്ങിയ പണം കൊണ്ട് പഴയ കടം വീട്ടിയ സംഭവങ്ങൾ അനവധിയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സഹായം കൃത്യമായ ലക്ഷ്യത്തിലെത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് ആത്മീയമായ തലത്തിലാണ്. പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കുന്ന പണം എന്തിനുപയോഗിക്കുന്നു എന്നറിഞ്ഞിരിക്കണം. അത് നിങ്ങളുടെ അവകാശമാണ്. നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ചില ആളുകളുണ്ട് എന്ത് കിട്ടിയാലും മതിയാകാത്തവർ. പാരസൈറ്റുകൾ അഥവാ പരാന്നഭോജികൾ എന്നവരെ വിളിക്കാം. അവരെപ്പോഴും നിങ്ങളുടെ ഊർജവും പണവും വലിച്ചെടുക്കാൻ കാത്തിരിക്കും. എനിക്കാരുമില്ല, എല്ലാവരും എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ സഹതാപം പിടിച്ചുപറ്റും. അത്തരം ആളുകളെ തിരിച്ചറിയുക എന്നത് പ്രധാനമാണ്. അവരുടെ ജീവിതത്തിലെ പാറ്റേൺ ശ്രദ്ധിക്കുക. സ്ഥിരമായി പ്രശ്നങ്ങളിൽ അകപ്പെടുന്നവരാണോ? എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരാണോ? എങ്കിൽ സൂക്ഷിക്കുക. അവർക്ക് വേണ്ടത് നിങ്ങളുടെ പണമല്ല, നിങ്ങളുടെ ശ്രദ്ധയും അനുകമ്പയുമാണ്. അവർക്ക് പണം നൽകുന്നതുവഴി നിങ്ങൾ അവരുടെ ഇരവാദം അഥവാ വിക്ടിം മെന്റാലിറ്റി അംഗീകരിച്ചു കൊടുക്കുകയാണ്. അത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കുക എന്നത് നിങ്ങളുടെ മാനസിക സമാധാനത്തിന് അത്യാവശ്യമാണ്. നിനക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിവുണ്ട്, നീ ശ്രമിക്കൂ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ് വേണ്ടത്. അത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വന്നേക്കാം, പക്ഷേ കാലക്രമേണ അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും.
സ്നേഹിത, ജീവിതമൊരു വലിയ പാഠശാലയാണ്. ഓരോ പ്രതിസന്ധിയും ഓരോ പാഠപുസ്തകമാണ്. പണം കൊടുത്ത ആരെയും ആ പരീക്ഷയിൽ നിന്ന് ജയിപ്പിക്കാൻ ശ്രമിക്കരുത്. അവർ തോൽക്കട്ടെ, വീഴട്ടെ, മുറിവേൽക്കട്ടെ. ആ മുറിവുകൾ ഉണങ്ങുമ്പോൾ അവർ കൂടുതൽ കരുത്തരാകും. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ എത്ര തവണ വീഴുന്നു? അപ്പോഴെല്ലാം നമ്മൾ അവനെ എടുത്തു നടന്നാൽ അവൻ ഒരിക്കലും നടക്കാൻ പഠിക്കില്ല. വീഴുമ്പോൾ വേദനിക്കും, കരയും. പക്ഷെ ആ വീഴ്ചയാണ് ബാലൻസ് ചെയ്യാൻ അവനെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ വീഴാൻ അനുവദിക്കുക. പക്ഷേ വീണെഴുന്നേൽക്കാൻ കഴിയാതെ വരുമ്പോൾ കൈപിടിച്ചുയർത്താൻ അടുത്തുണ്ടാകുക. അതാണ് യഥാർത്ഥ സ്നേഹം. പണം കൊണ്ടല്ല, സാന്നിധ്യം കൊണ്ടാണ് സ്നേഹം അളക്കേണ്ടത്. ഇന്നു മുതലൊരു തീരുമാനമെടുക്കൂ. ഞാനിനി ആരെയും പണം കൊടുത്ത് നശിപ്പിക്കില്ല. എൻ്റെ സഹായം അവരെ മടിയന്മാരാക്കില്ല. പകരം ഞാൻ അവർക്ക് വഴികാട്ടിയാകും. അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കും. അവർക്ക് മീൻ പിടിക്കാൻ പഠിപ്പിക്കും. അത് കുറച്ച് കടുപ്പമുള്ള തീരുമാനമായിരിക്കാം. പലരും നിങ്ങളെ പിശിക്കനെന്നോ അഹങ്കാരിയെന്നോ വിളിച്ചേക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണെന്ന്. കാലമത് തെളിയിക്കും. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി നേടിയ ഒരു സുഹൃത്ത് വർഷങ്ങൾക്ക് ശേഷം വന്ന്, അന്ന് നീ പണം തരാതിരുന്നത് നന്നായി, അതുകൊണ്ട് ഞാൻ അധ്വാനിക്കാൻ പഠിച്ചു എന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അത് കോടികൾ കൊടുത്താൽ കിട്ടാത്തതാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് പണമല്ല, അത് മനക്കരുത്താണ്. പണം ആർക്കും കൊടുക്കാം, പക്ഷേ മനക്കരുത്ത് അവനവൻ തന്നെ ആർജിക്കണം. മറ്റുള്ളവരുടെ മനക്കരുത്ത് കെടുത്തുന്ന ആയുധമായി നിങ്ങളുടെ പണം മാറരുത്. പകരം അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന കാറ്റായി മാറട്ടെ നിങ്ങളുടെ സഹായം. ദാനം ചെയ്യുക, പക്ഷേ അത് വിവേകത്തോടെ ആകട്ടെ. സ്നേഹിക്കുക, പക്ഷേ അത് അന്ധമായിട്ടാണരുത്. സഹായിക്കുക, പക്ഷേ അത് അവരെ തളർത്തുന്നതാകരുത്. ഈ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. ഓർക്കുക, യഥാർത്ഥ സഹായമെന്നത് ഒരാളെ സ്വതന്ത്രനാക്കലാണ്, അടിമയാക്കലല്ല. പണത്തിൻ്റെ ചങ്ങലകൾ കൊണ്ട് ആരെയും ബന്ധിക്കാതിരിക്കുക. അവർ പറക്കട്ടെ, സ്വന്തം ആകാശങ്ങൾ വെട്ടിപ്പിടിക്കട്ടെ. അതിനുള്ള ഊർജം പകരുക മാത്രമാണ് നിങ്ങളുടെ ദൗത്യം. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരമൊരു അനുഭവമുണ്ടായിട്ടുണ്ടെങ്കിൽ, അത് കമൻറ്റുകളിൽ പങ്കുവയ്ക്കുക. മറ്റുള്ളവർക്കും അത് വലിയൊരു പാഠമാകും. നല്ലൊരു നാളെയെ സൃഷ്ടിക്കാൻ, നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കൈകോർക്കാം. വിവേകത്തോടെ, സ്നേഹത്തോടെ. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. അത് നല്ല ചിന്തകൾക്കായി മാറ്റിവെച്ചതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. ഒരുപക്ഷേ അവരുടെ ജീവിതത്തിലെ വലിയൊരു അബദ്ധം തിരുത്താൻ ഈ വീഡിയോ കാരണമായേക്കാം. കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണും വരെ സ്നേഹത്തോടെ നന്ദി.